ചെയ്യുന്ന സ്ഥലങ്ങളിൽ തിന്മയുടെ അരൂപികൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു കൊലപാതകം നടക്കുന്ന സ്പേസ് അല്ല പ്ലേസ്, അവിടെ ഒരു തിന്മയുടെ ശക്തി ഹിഡൻ, ഇറ്റ്സ് ഓൾവേസ് ഹിഡൻ. അത് പുറമെ കാണില്ല, അവിടെ കാണും. അതുപോലെ ഓരോ തിന്മകൾക്കും മദ്യപാനം നടക്കുന്ന സ്ഥലങ്ങൾ, ഈ മദ്യപാനം ആ സ്പിരിറ്റുണ്ട്, ഈ മദ്യപാനവും സ്പിരിറ്റ് പൈസാചിക ശക്തി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വ്യക്തിയിലുള്ള തിന്മയുടെ ആൾക്ക് പോലും അറിയത്തില്ലോട്ടോ നമുക്ക്. അതല്ല യോഹന്നാൻ 8:44 തിന്മയുടെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുന്നതാണ്. അവൻ നുണയുടെ അവൻ ഹിഡനാണ്, ഒരിക്കലും അവൻ വെളിച്ചത്തിൽ വരില്ല. അവൻ അന്ധകാരമാണ്, അവൻ ഒരിക്കലും പ്രകാശത്തിലേക്ക് അവൻ ഒളിഞ്ഞിരിക്കും, അവനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. മനുഷ്യ അതാണ് ഏറ്റവും വലിയ, അവനെ കണ്ടുപിടിക്കുക പരിശുദ്ധാത്മാവനല്ലാതെ ലോകത്തുള്ള ഒരു ബുദ്ധിശാലികൾക്കോ ആർക്കും അതിൻ്റെ പ്രവർത്തനം കണ്ടുപിടിക്കാൻ, പരിശുദ്ധാത്മാവനല്ലാതെ ഒരു വിദ്യാഭ്യാസത്തിനോ ഒരു കാര്യത്തിനോ അവൻ്റെ പ്രവർത്തനം കണ്ടുപിടിക്കാം. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ അത് പറ്റുള്ളൂ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പാപം നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ തിന്മയുടെ ശക്തി വരും. ഇപ്പം മന്ത്രവാദം, ഒരു ഉദാഹരണം, ഒരു വലിയ സംഭവം പറയാൻ. കേരളത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നൊരു കുടുംബമാണ്. അപ്പം ഈ കുടുംബത്തിന് ഭയങ്കരമായ സാമ്പത്തിക തകർച്ച, അങ്ങ് ആകാശത്ത് താഴോട്ട് വീഴുന്ന പോലെ എല്ലാം തകർന്നു തരിപ്പണം. ഇനി ഒരു മുന്നോട്ട് പോകാൻ മേലാത്തോണം, മുഴുവൻ ബ്ലോക്കായി. അപ്പം അങ്ങനെയൊക്കെ ഇവർ നല്ല ആൾക്കാരാണ്. ഇവർ നല്ല ആൾക്കാർ വെച്ചാൽ ഇവർ പള്ളിയിൽ പോകുന്നവരാണ്, പള്ളിയിൽ ദശാംശം കൊടുക്കുന്നവരാണ്, സഭയ്ക്ക് ഒത്തിരി നന്മ ചെയ്തവരാണ്. 1-2 പള്ളി തന്നെ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അതുപോലെ സമ്പന്നരായ ഒരു വലിയൊരു കുടുംബങ്ങളാണ് ഇവരെല്ലാം. പക്ഷേ മുഴുവൻ തകർന്നിട്ട് ഇവർ കുടുംബങ്ങൾ ഓരോരുത്തരും അകാല മരണങ്ങൾ തുടങ്ങി. 10-38 വയസ്സ് പെട്ടെന്നൊരു ഓരോ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, എല്ലാം പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒരുപാട് ആൾക്കാർ, ഇവരുടെ കൂടെ 1-2 ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാർ പോലും ഉണ്ടായിരുന്നു. അവർ ഇവരുടെ വീടുകളിൽ പോയി ഇവർക്ക് വേണ്ടി ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ നടക്കുമായിരുന്നു. പക്ഷേ എന്നാലും ഈ കുടുംബം ഇങ്ങനെ അടിക്കടി തകർന്ന് തരിപ്പണമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടും. അങ്ങനെയൊക്കെ ഒരു ദിവസം ഇവരെന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇവർ കരഞ്ഞു കൊടുത്തരാം. അപ്പോൾ എന്നോട് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരാമോ അവിടിച്ച്. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പോകാറില്ല, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർ പോയത് നേരെ അവരുടെ രൂപത്തിൽ ബിഷപ്പിൻ്റെ അടുത്ത് എന്നിട്ട് ബിഷപ്പിനോട് പറഞ്ഞു. ബിഷപ്പൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളാണ്, നല്ല ആൾക്കാർ. അവരങ്ങനെ മദ്യപാനമോ ദുഷിച്ച ജീവിതമോ വഴിവിട്ട ജീവിതമോ അങ്ങനെയൊന്നുമില്ല, നല്ല മനുഷ്യരാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ അവർ നല്ല രീതി ചെയ്യും. പക്ഷേ എന്താ സംഭവം ചെയ്യില്ല, മുഴുവൻ തിരിച്ചടികളാണ്. മുഴുവൻ എവിടെ തൊട്ടാലും ആദ്യം അങ്ങ് കയറി തകർന്നു. അപ്പോൾ ഇവർ ഫാക്ടറിയെല്ലാം തകർന്നു, ഇവർ കുടുംബ ബന്ധങ്ങളിൽ പോലും പ്രശ്നങ്ങളെ. പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിതാവിൻ്റെ അടുത്ത് എൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു ഫാമിലി വന്നിട്ടുണ്ട്, അച്ഛനൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിതാവ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാം, അവരോട് പറ, എന്നെ വിളിക്കും, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോ എന്നോട് എപ്പം പറയുന്നു അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി പറയാം, അല്ലാണ്ട് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റും. ഞാൻ പറഞ്ഞോളൂ, ഞാൻ പ്രാർത്ഥിച്ചോളാം. പിതാവ് ഓക്കെ, അച്ഛൻ ഇഷ്ടം പോലെ ഇത് ഒരു കുഴപ്പമില്ല, അച്ഛൻ ഇതൊന്നും പിതാവ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പിതാവിനോട് നമുക്ക് ബഹുമാനിക്കണമല്ലോ, അനുസരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളി. ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഉപവാസവും പ്രാർത്ഥന എടുക്കുക, എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല, പക്ഷേ എപ്പോൾ തോന്നുന്നു അപ്പോൾ ഞാൻ വന്നേക്കാം. പ്രിസലോഷൻ. അപ്പം അങ്ങനെ ഞാനങ്ങ് പോയിട്ട് 1 മാസം, എനിക്കൊന്നൊരു 10-25 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തനിച്ച് ഞാനിങ്ങനെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുർബാനയുടെ സ്ഥാപനവാക്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആരോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടെന്ന് പറയാം, നീ ഇന്ന് പോയിട്ട് ആ വീട് വെഞ്ചരിക്കാം. ഓക്കെ, ഞാൻ കുർബാന തീർത്ത ശേഷം ഇറങ്ങിയിട്ട് ഞാൻ ഫോൺ എടുത്ത് അവരെ വിളിച്ച് ഞാൻ വരുന്നു. അവർക്കൊരു അത്ഭുതം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വീട്ടിൽ വന്ന് ഒരു തറവാട്ടിൽ വന്നിട്ട് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കും, ഞാൻ വരാമെന്ന്. അപ്പം എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എനിക്ക് വണ്ടിക്കൂലിയും വേണ്ട, ഒന്നും വേണ്ട, ഈശോനോട് പറഞ്ഞുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യം ചെയ്തിട്ട് പോരുക, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. പോകുവച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ നിത്യതാളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി എടുത്തു. ദീർഘയാത്രയെ ഞാൻ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ ഇവരെല്ലാവരും തന്നെയുണ്ട്. കയറിയവാടെ പരിശുദ്ധാത്മാവ് ആദ്യം എന്നോട് പറയുന്നത്, ഇവരോട് പരസ്പരം ക്ഷമ ചോദിക്കാം. നല്ല പ്രായമുള്ളവരൊക്കെ ഉണ്ട്, ഇവിടെ മുതിർന്നവരൊക്കെ ഉണ്ട്, കുടുംബാംഗങ്ങൾ. ഒരു 65-70 വയസ്സൊക്കെ പ്രായമുള്ളവരുണ്ട്, 45 വയസ്സുള്ളവരുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ. കാരണം ഇത് ഈ പൈശാചിക ശക്തിയുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത് വെറുപ്പുണ്ടെങ്കിലുണ്ട്. പ്രിസലോഷ്. വേദെല്ലാം വ്യക്തികൾ കുടുംബങ്ങളിൽ വെറുപ്പ്, അപ്പനും അമ്മയും തമ്മിലോ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലോ ഭാര്യമാർ തമ്മിലോ മക്കൾ തമ്മിലോ എന്തെങ്കിലും സഹോദരങ്ങളിലോ ഇങ്ങോട്ടും ഈ വെറുപ്പിൻ്റെ മേലെ വിശ്വസിക്കാൻ പറഞ്ഞു ഇവർ തമ്മിലുണ്ട് ക്ഷമയോ. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ക്ഷമിച്ച് കാല് പൊട്ടി ക്ഷമിക്കാം, പേടുമപ്പെട്ടേ പറ്റുള്ളൂ നമ്മൾ. അപ്പോൾ അവർ അനുസരിച്ച് മൂത്തയാൾ തൊട്ട് എല്ലാവരും തന്നെ
അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. വലിയൊരു സീനായിരുന്നു. അപ്പോൾ കൂട്ടക്കരച്ചിലായിരുന്നു, വീടിനകം മുഴുവൻ എല്ലാവരും കരച്ചിലായിരുന്നു മൊത്തം. ക്ഷമ പറഞ്ഞു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പല വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള ശക്തമായ വെറുപ്പ്. പക്ഷെ പുറമേ എന്നിട്ട് ചിരിച്ച് കണ്ട് നമ്മൾ ഒത്തിരി പേരുടെ കുഴപ്പതാണല്ലോ പ്രസിലോഷ്. പുറമേ നമ്മൾ ചിരിച്ച് കാണിക്കും, പക്ഷേ ഉള്ളിൽ നമ്മൾ കടുത്ത വൈരാഗ്യവും വെറുപ്പ് സൂക്ഷിക്കും. സ്ഥലപ്പെടുത്തി പറയും ഹല്ലേലൂയാ. ഒരാൾ വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ സാത്താൻ ഉണ്ട്. ആരോടെങ്കിലും വിദ്വേഷമോ പകയോ ഞാൻ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, പ്രതികാര ചിന്ത സൂക്ഷിക്കും, ആ വ്യക്തിയിൽ ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 4:1 തൊട്ടുള്ള വചനം, 1 തൊട്ട് 7 വരെയുള്ള വചനം വായിക്കും. കായേൻ്റെ ചരിത്രത്തിൽ കായേൻ്റെ മുഖം കറുത്തു. 4-5 വചനം പറഞ്ഞത് കായേൻ്റെ മുഖം കറുത്തു എന്ന് പറയും. അപ്പോൾ ആ ഒരു ബന്ധനം, അത് മുഖം കറക്കുക വെച്ചാൽ ഉള്ളിൽ പൈശാചിക ശക്തി ഉണ്ട്, അവൻ്റെ ഉള്ളിൽ കടുത്ത വെറുപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല മാനം ചെയ്തേ പറ്റൂ. അവർ അനുസരിച്ചു. ആ പ്രേയർ കാണിപ്പം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ കരുണയുടെ കൊന്തയിൽ പ്രാർത്ഥിക്കാം, ചൊല്ലിക്കോളാം. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനവരുടെ കൂടെ കൂടുന്നില്ല, ഞാനിങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ ഈശോനോട് പറഞ്ഞു അനമ്പളെടുത്തുകൊണ്ട് ഈ സമയത്ത് വീടിനകം മുഴുവൻ വെഞ്ചരിച്ചോളാം, തന്നെ പോയി ആരെയും കൂട്ടിക്കൊണ്ടുപോകണം. അപ്പം ഞാനെങ്കിൽ വലിയൊരു വീടാണ്, അപ്പം ഞാൻ പഴയൊരു വീടാണ്. അപ്പം ഞാൻ പോയിട്ട് മുഴുവനാണ് ഞാൻ വെള്ളം തെളിച്ചു. ഒരു ഏക്കറുള്ള വീടാണ് പ്രസിഡോ. മുഴുവൻ പോയിട്ട് വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞ് നടുക്കൊന്ന് ഞാൻ പറഞ്ഞു ഫാക്ടറിയിലോട്ട് പോകണം. ഈശോ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇതൊരു ഈശോനെ പഠിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ ഞാൻ പോകുന്നല്ല, ഈശോനെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി ഇടുന്ന നേരെ ഞാൻ അപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ട് ഞാൻ പറ്റും. അവിടുത്തെ ഈശോ പറഞ്ഞു ഇനി ഇവരെ ആരും കൂട്ടരുത്, അവിടുത്തെ മാനേജറിനോട് പറയാം, മാനേജറിൻ്റെ കൂടെ പോയാൽ മതി. അവൻ്റെ തലയിൽ വെച്ച് ആദ്യം കുരിശ് വരയ്ക്കാൻ പറയും. സ്ഥലപ്പെടുത്തി പറയാം ഹല്ലേലൂയ. അവൻ്റെ തലയിൽ വെച്ച് കുരിശ് വരച്ച ശേഷം പറഞ്ഞു നീ വന്നാൽ മതി, ബാക്കിയുള്ളവർ പുറത്തുനിന്ന് വീട്ടുകാരൊക്കെ മാറുന്നോളാൻ പറഞ്ഞു. ഞാൻ തന്നെ കൂട്ടി ആ പോകുന്ന വഴിക്ക് വെച്ച് ഒരു സ്ഥലം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പൈശാചിക ബന്ധനം ഒരു സ്ഥലത്തേക്ക് എനിക്ക് ആലോചിച്ച് കാണിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവനോട് ചോദിച്ചു ഇവിടെ എന്നാണ് നടന്നത്? ഇവിടെ അച്ഛാ ആരും പറഞ്ഞേക്കല്ല, എന്തോ ഒരു പ്രത്യേക മന്ത്രവാദം ഇവിടെ വെച്ച് ഞങ്ങൾ നടത്തിയ സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാച്ചാ. അപ്പോൾ ഞാൻ കൊള്ളാമല്ലോ പ്രസിലോഷ്, പള്ളിക്കാരാണ്, പള്ളിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ പള്ളി വെച്ച് കൊടുത്തുവെന്ന് തന്നെ ഈ പണിക്ക് ഞാൻ ഇടയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോഴും അവൻ പേടിച്ചു കാരണം വെച്ചാൽ കൃത്യസ്ഥലം യേശോ കാണിച്ചത്. അപ്പോൾ അങ്ങനെ 2-3 സ്ഥലങ്ങൾ കാണിച്ചു അഞ്ചരിച്ചു. അതിനുശേഷം ഇവരുടെ ഫാക്ടറിയുടെ മെഷീനൊക്കെ ശരിക്കും തുരുമ്പിച്ച് നിൽക്കുക, കാരണം എല്ലാം അടച്ച് പൂട്ടി തീരാൻ പോവുക. എല്ലാം ലാസ്റ്റ് പോകുമ്പോൾ വെഞ്ചരിച്ചു. എല്ലാം പ്രയർ കേട്ട് പുറത്തിറങ്ങി കേട്ട് ഞാൻ പറഞ്ഞു ഈശോയിൽ കുറേ കാര്യം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഇനി മേലിൽ പാപം ചെയ്തേക്ക്. കൂടുതൽ ബൈബിൾ ഈശോ പറഞ്ഞ പോലെ കൂടുതൽ മോശമായത് ഇനി നിന്നിൽ സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എനിക്കൊന്നും വേണ്ട, ഞാൻ ഒരു ഭക്ഷണവും വേണ്ട, പാചകം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ കയറുന്നു, വണ്ടി കയറി തന്നെ വണ്ടി ഓടിച്ച് ഞാൻ തിരിച്ച് അണക്കരയ്ക്ക് ഞാൻ പോയി ശുശ്രൂഷയ്ക്ക് വേണ്ടി. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ഫാമിലി വീണ്ടും എന്നെ കാണാൻ വേണ്ടി അപ്പോൾ എല്ലാവരും കൂടെ ആഘോഷമായിരുന്നു. അപ്പം ഞാൻ അറിഞ്ഞിരുന്നു കർത്താവ് ഇടപെട്ടെന്ന്. ശ്രമോടത്തി പറഞ്ഞു ഹല്ലേലൂയ. അടച്ചു പൂട്ടിക്കൊടുന്ന ആ ഫാക്ടറിയുടെ പ്രശ്നം 90% പ്രോബ്ലം 1 മാസം 30 ദിവസം തികയുന്നതിന് മുമ്പ് കർത്താവ് തീർത്ത് കളഞ്ഞു. ബന്ധനം ഒഴിഞ്ഞു, കെട്ടുകഴിഞ്ഞു. ശരിക്കും ആ സ്ഥലങ്ങൾ ഒരുപാട് തിന്മകൾ നടന്നിട്ടുണ്ടായിരുന്നു. മന്ത്രവാദം, കൂടോത്രം, വ്യഭിചാരം, മദ്യപാനമുള്ള സ്ഥലങ്ങൾ ഈവിൾ സ്പിരിറ്റ് കൂട്ടത്തില്ല. അത്ര സ്ഥലങ്ങളിൽ നമ്മൾ പോയി നമ്മളറിയല്ലോ കേട്ടോ. ഒരിക്കലും നമ്മൾ ഈ ബുദ്ധിയിൽ ആശ്രയിക്കുന്നവർക്കൊരു ഗുണമുണ്ട്, സാത്താങ്കര അടിച്ചാലും അറിയില്ല, പ്രസലോഷ് തീർത്താലും അറിയില്ല, നശിപ്പിച്ചാലും അറിയില്ല, മുഴുവൻ കുടുംബം തീർത്താലും അറിയില്ല. അതാണ് ആ തെറ്റ്. അപ്പോഴും നമ്മൾ യുക്തി പറഞ്ഞുകൊണ്ടിരിക്കുക. സ്ഥിരപ്പെടുത്തി ഹല്ലേലൂയ. നമ്മുടേതായ യുക്തി വിചാരങ്ങൾ നടത്തുക. അതാണ് ബൈബിളിൽ പറയുന്നൊരു വചനമുണ്ടല്ലോ, റോമാലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ അവർക്ക് ഒഴുകഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തുകൊണ്ട് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ടവർ ഭോഷന്മാരായി തീർന്നു. സ്ഥലത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് പല ജ്ഞാനികളും ആരായിട്ട് തീരുന്നുണ്ട്? ഭോഷന്മാരായിട്ട് തീരും. പല ജ്ഞാനികളും ആരായിട്ട് തീരുന്നു? ഭോഷന്മാരായിട്ട് തീരും. നമ്മളെ ജ്ഞാനികളാകാതിരിക്കുക, അപ്പോൾ ഭോഷന്മാരാവും. ബുദ്ധിമാന്മാരാണെന്ന് പറയുമ്പോഴേക്കും തിന്മയുടെ ശക്തിക്ക് നമ്മെ ഉപയോഗിക്കും. നമ്മൾ വചനം വിശ്വസിക്കുക.
അച്ഛനെ ശുശ്രൂഷ നടത്തുമ്പോൾ പരിശുദ്ധമ്മ തിരുസഭയുടെ പ്രബോധനങ്ങളെ മാത്രമാണ് ഡിപ്പെൻഡ്, വേറൊന്നുമില്ല. പിന്നെ ആളുകൾ കൂടുതലായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദ മിനിസ്ട്രി ഓഫ് ഡെലിവറൻസ് എന്നൊരു ബുക്കുണ്ട്, പോൾ ദ സിക്സ്ത് മാർപ്പാപ്പയുടെ, പോൾ ആറാമൻ മാർപ്പാപ്പയുടെ. അതിനെ കേന്ദ്രീകരിച്ച മുഴുവൻ മാർപ്പാപ്പ പറയുന്നത് വളരെ പവർഫുൾ. അന്നൊരു പാപം ചെയ്യുന്ന സ്ഥലങ്ങൾ, വീട്ടിൽ കുറ്റം പറഞ്ഞു അവിടെ തിന്മ പെരുകിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ആരെ ചീത്ത വിളിച്ചു, പ്രത്യേകിച്ച് ഇപ്പോൾ അഭിഷിക്തരെയൊക്കെ ചീത്ത വിളിക്കുന്ന കുടുംബങ്ങളെ ശ്രദ്ധിച്ചു. എനിക്ക് അറിഞ്ഞു കൊടുത്ത കാരണം എന്താ, അവിടെ കണച്ചിൽ അവർ എന്തോ പെട്ടെന്ന് തിന്മേണ്ട ശക്തികളുടെ പ്രവർത്തനം ഇത്തരം കുടുംബങ്ങളിൽ കൂടുതലായിട്ട് അവിടെ സാമ്പത്തിക തകർച്ച, മക്കളുടെ തകർച്ച, ജീവിത പങ്കാളി തകർച്ച, പല വിധത്തിൽ. ഒരിക്കലും അവർക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം, അത് ഒരു 5-8 വർഷം 10 വർഷം മുമ്പ്. അപ്പോൾ ഈ ഒരു പയ്യൻ, അവന് എന്തോ +2 ആണോ 10th ആണോ ഒരു സംശയം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവന് എക്സാമിന് അവന് പഠിക്കാനൊന്നും പറ്റുന്നില്ല. അവൻ പറഞ്ഞ എല്ലാം മറന്നു പോകുന്നു, എന്ത് ശരിയാകുന്നില്ല. അവന് പെട്ടെന്ന് എനിക്ക് അപ്പോൾ ഈശോ എനിക്ക് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഒരു മെമ്മറി കാർഡ് കാണിച്ച് ഈശോൻ്റെ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ അതങ്ങ് എടുത്ത് കളഞ്ഞില്ല. കാരണം അത് സ്പിരിറ്റ്. കാരണം ഞാൻ പറയും ഒരു ബുക്കിനകത്ത് ഇവൻ്റെ പുസ്തകം ഇവരിത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് അവൻ്റെ പഠനം, പ്രാർത്ഥന ജീവിതത്തെ ഇത് മുഴുവൻ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവനെ പിന്നെ ഈ സ്പിരിറ്റ് കയറി പിന്നെ അപ്പനോട് അടുക്കില്ല, അമ്മയോട് സ്നേഹം കുറയും, സത്യസമായിട്ട് പെരുമാറില്ല, അപ്പന് പള്ളി എല്ലായിടത്തും എന്നിട്ട് ഇവൻ ഇങ്ങനെയുള്ള തിന്മകൾ. ചില കുഞ്ഞുങ്ങളുണ്ട് ഈ തിന്മ കഴിയുമ്പം തന്നെ അവർ നല്ല വിദ്യാഭ്യാസം, ചില തിന്മയുടെ സത്യമുണ്ട്, അവനെ മാർക്കൊക്കെ കൊടുക്കും, നല്ല മാർക്ക് കൊടുക്കും, നല്ല വിജയം കൊടുക്കും. പക്ഷെ കൊടുത്തിട്ട് അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ ഒറ്റയടി സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഈ നാളുകൾ ഞാൻ വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷം വിദേശ രാജ്യങ്ങൾ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സങ്കടം വലിയ സങ്കടം വെച്ചാൽ അരമണിക്കൂർ ഞാൻ ആളുകളെ കാണാൻ വേണ്ടിയിരുന്നു. കാരണം എനിക്ക് ആ ദിവസം വെച്ചാൽ ക്ഷീണമായിരുന്നു, വയ്യായിരുന്നു, പനി പിടിച്ചായിരുന്നു. കാരണം ഒത്തിരി ശുശ്രൂഷ ഇങ്ങനെ കയറി വന്നുകൊണ്ട് ഓരോരുത്തർ കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അച്ഛന്മാരെ കൊണ്ടുപോകും, അല്ലെങ്കിൽ മിത്രന്മാരെയും കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റോപ്പായിട്ട് ശുശ്രൂഷയാണ്. അപ്പോൾ ഞാൻ വീണുപോയി, നന്നായിട്ട് 105 ഡിഗ്രി പനി വന്നിരിക്കും, ശരിക്കും ക്ഷീണം. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കർത്താവിനെ കൺട്രോൾ ചെയ്ത് രാവിലെ ശുശ്രൂഷയ്ക്ക് ഞാൻ കയറി. പക്ഷെ അന്ന് ഞാനിങ്ങനെ എനിക്ക് വയ്യച്ചര കഴിഞ്ഞിട്ട് ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ അച്ഛന്മാർ ഒത്തിരി സീരിയസ് കേസ് കുറേ പറഞ്ഞു, കാണാമോ? ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. ഞാൻ ഇറങ്ങി, ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, കുഴപ്പമില്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് 25ആണോ 20 മുകളിലാണ് എനിക്ക് തോന്നുന്നത്. അത്രയോളം വിവാഹമോചന കേസ് വന്നു. പ്രസലോഷ് അത് മുഴുവൻ മലയാളി കുടുംബങ്ങളുടെ ഡൈവോഴ്സ്. അതിൽ ചിലത് കണ്ടപ്പോൾ എനിക്ക് ആ കൊച്ച് ഇങ്ങനെ എന്നോട് ചോദിച്ചു, അച്ഛനെ ഞാൻ പറയും എനിക്കറിയില്ല. കാരണം ഞാൻ 95-ന് ശേഷം ഞാൻ ഈ ടെലിവിഷൻ കാണാറുന്നത്, പ്രത്യേകിച്ച് സിനിമ കാണും ഞാൻ പണ്ടേ നിർത്തി. പ്രസിലോഷ് കർത്താവ് 90 പറഞ്ഞ് കണ്ടേക്കർ. കാരണം ചെയ്യാത്തവരെല്ലാം തിന്മയുടെ മേഖല കയറി വരും. നമുക്ക് ശരിയെന്ന് തോന്നും, പക്ഷേ അറിയാണ്ട് തിന്മയുടെ ശക്തി വരും നമുക്ക്. കാരണം പരിശുദ്ധാത്മാവെന്ന് അറിയണമെങ്കിൽ ഞാൻ പറയാറുണ്ട്, നമ്മളൊരു മുറിക്കകത്ത് എ സി ഫിറ്റ് ചെയ്തതിൻ്റെ ഗുണം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ജനലുകൾ അടച്ചിടണം. പ്രിസലോഷ് ജനലുകളെല്ലാം തുറന്നിട്ടിട്ട് പിന്നെ എ സി ഓണാക്കിയിട്ടിട്ട് എന്നാ ഗുണം. സർവ്വപ്രതി ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളുടെയും വാതിലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നിട്ടിട്ട് ബൈബിളിൽ വായിച്ചിട്ട് എന്നാ ഗുണം എന്താ, ധ്യാനിച്ചിട്ട് എന്നാ ഗുണം എന്താ? ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുക, ഒരാൾ പറയുന്നത് കേൾക്കുക, 100 പേര് പറയുന്നത് കേൾക്കാൻ പോയാൽ അവസാനം അതുമില്ല ഇതുമില്ല ഉണ്ടാകും. പ്രിസലോഷ്. അപ്പോൾ ഈശോ എനിക്ക് അന്ന് കിട്ടിയൊരു ഒരു വലിയ ബോധ്യമാണ്. അതുകൊണ്ട് ഞാൻ ടെലിവിഷൻ വല്ലപ്പോഴും വാർത്തകൾ വല്ലതും കേൾക്കാൻ വേണ്ടി പത്രമൊന്നും വായിക്കാറില്ല. വല്ലപ്പോഴും വല്ല അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ വല്ലതും നോക്കി. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് അത് മതിക്കും. എൻ്റെ ആഗ്രഹമാണ്, വിശുദ്ധ കൊച്ചുറസ്യ പുണ്യത്തിൽ പറഞ്ഞൊരു വാക്കുണ്ടേ, ഈ ലോകത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. പ്രിസലോഷ്. എനിക്ക് ലോകത്തെക്കുറിച്ചുള്ള അജ്ഞത, എനിക്ക് ലോകം അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒത്തിരി വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കർത്താവിനെ എനിക്ക് ഒരുപാട് സ്നേഹിക്കാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം എന്താ? ഈശോയെ സ്നേഹിക്കുക എന്നുള്ളതല്ലേ. ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തോട് വിടപെടണം, ഒരു വേർപെടണം, ഒരു വിരക്തി ഉണ്ടാകും. ലോകബന്ധം വേർപെടുത്തണം, ലോക സുഖങ്ങളെ വേർപെടുത്തണം. ചില ബന്ധങ്ങൾ കളഞ്ഞേ പറ്റും. അല്ലാണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. പ്രിയപ്പെട്ട മക്കൾ, വീണ്ടും അച്ഛന് വചനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാനിങ്ങനെ ആളുകൾ കാണുക, ഞാൻ കുറേ മക്കൾ ഡൈവോഴ്സ് കേസ് 30 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 20-ലധികം, എനിക്കൊന്ന് 30 ആണെന്ന് സംബന്ധിച്ചാണ്, എത്രയോ കേസുകൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ സങ്കടം. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കൊച്ച്, ആ കുഞ്ഞാണെങ്കിൽ കേരളത്തിൽ വെച്ച്
വലിയൊരു ഒരു കലാകാരിയാണ് സ്ത്രീ. പഠിച്ച കാലത്തേക്ക് എല്ലാത്തിനും ടോപ്പ് റാങ്കാണ്, എല്ലാം ടോപ്പ് റാങ്ക്, സ്മാർട്ട് കൊച്ച്. പക്ഷെ ജീവിതം മുഴുവൻ തകർന്നു തരിപ്പണായി, വാവിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. അപ്പം ഞാനോർത്തു, ദൈവമേ എന്തൊരു സംഭവം അല്ലേ. നമ്മളൊക്കെ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ എന്തിനീ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്രയും പഠിപ്പിക്കുന്നതല്ലേ, ഇത്രയെല്ലാം വളർത്തി എല്ലാം നമ്മളെല്ലാവരും ഇങ്ങനെ പൊക്കി പൊക്കി വെക്കും. എന്തൊരു തകർച്ചകളെ കാണുന്നത്, എന്തൊരു അവസ്ഥ ഇത്, എന്തൊരവസ്ഥ. കാരണം തിന്മയുടെ ശക്തിയാണ്. ആ കുഞ്ഞിനെ നോക്കി, കുഞ്ഞിനെ എല്ലാവരും തലവെച്ചു, കലകളും അതും ഇതെല്ലാം പറഞ്ഞു, സൗന്ദര്യവും കലകളും എല്ലാം പറഞ്ഞു, എല്ലാവരും വാനോളം പുകഴ്ത്തിയ കുഞ്ഞിതേ ഇന്ന് തലയും കൊത്തി താഴെ കിടക്കുന്നു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കാരണം ആ കൊച്ചിൻ്റെ ജീവിതത്തിലെ കുടുംബത്തിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ദൈവമില്ലായിരുന്നു എന്നുള്ളൂ. ഈശോമിശിഹായ ഒരു പരിഹാസമായിരുന്നു. പള്ളിയില്ല, പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, കുമ്പസാരമില്ലാത്ത ആളുകൾക്ക് അപകടം കൂടുതലായിരിക്കും കേട്ടോ. കുമ്പസാരം നീട്ടി നീട്ടി വെക്കുന്നവർക്കും അപകടങ്ങളും അനർത്ഥങ്ങളും കൂടുതലായിരിക്കും. മാനസാന്തരപ്പെടാതെ ചില പാപത്തെ പുറപ്പെടും. മക്കളെ, മാനസാന്തരപ്പെടുന്ന ഒരിക്കലും ഞങ്ങൾ പറഞ്ഞ് കേട്ടില്ല. നമ്മളെല്ലാം മാനസാന്തരപ്പെടുന്നത് അത് ഈശോയുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. ഈശോ പറയുന്ന ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുന്നതാണ് മാനസാന്തരപ്പെടാത്ത അവസ്ഥ. ഈശോ പറയുന്ന കാര്യം കേൾക്കുമ്പോഴാണ് മാനസാന്തരപ്പെടുന്നത്. അപ്പം എൻ്റെ ജീവിതത്തെ ഈശോയുടെ വചനം, ഈശോ എന്നോട് ഓരോ കാര്യങ്ങൾ ആവശ്യം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് പാടില്ല, അതനുസരിക്കണം. ഞാൻ അതനുസരിക്കുമ്പോഴാണ് മാനസാന്തരം. അപ്പോൾ ഈശോയാണ് അനുസരിക്കുക. അപ്പോൾ ഒരാൾ മാനസാന്തരപ്പെടുമ്പോൾ ഒരിക്കലും ഞാൻ പറയും ഡൊമിനിക് അച്ഛനെയല്ല നിങ്ങൾ അനുസരിക്കുന്നത്, നിങ്ങൾ ഈശോയെ അനുസരിക്കുന്നു, ദൈവവചനത്തെയാണ് അല്ലാതെ എന്നെയല്ല നിങ്ങൾ അനുസരിക്കുന്നത്. എന്നെ അനുസരിച്ചിട്ടൊരു കാര്യമില്ല. പ്രശ്നം അനുസരിക്കേണ്ടത് ഈശോമിശിഹായെയാണ് അനുസരിക്കേണ്ടത്. ഈശോമിശിഹായെ അനുസരിക്കുമ്പോഴാണ് ഒരാൾ മാനസാന്തരപ്പെട്ടത്. അപ്പോൾ ഒരാൾ ഈശോമിശിഹായെ അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ വലിയ ആളല്ല, വട്ടപ്പൂച്ചയാണവൻ. അവൾ ഒട്ടപ്പൂച്ച തകർന്നു പോകുന്നു. ഈശോമിശിഹായെ അനുസരിക്കാത്തവർ തകർന്നു പോകും. അപ്പോൾ എന്നെയല്ല അനുസരിക്കുന്നത്, നമ്മളല്ല, ഞങ്ങൾ അച്ഛന്മാരെയല്ല നിങ്ങൾ അനുസരിക്കേണ്ടത്, ഞങ്ങളല്ല, ഈശോമിശിഹായെയാണ് അനുസരിക്കേണ്ടത്. നമ്മളെല്ലാവരും അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോടുള്ള അനുസരണമാണ് വേണ്ടത്, വിധേയത്വമാണ്, ബഹുമാനം. ആ കർത്താവിനൊന്ന് പരിഹസിക്കാൻ പോയാൽ പിന്നെ നമ്മുടെ ജീവിതം തീർന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ ഉണ്ടായേക്കരുത്. ഈശോയെ പുറത്താക്കി, ഈശോയ്ക്ക് ഒന്നും വീട്ടിലാൾ നടുമുറിയിൽ തന്നെ ഈശോ വെക്കുക, ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുക. ഈശോയുടെ വചനം 10 കൽപ്പനകൾ നിങ്ങൾ വലിയൊരു ഒരു ബോർഡാക്കി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വലിയ രൂപമായിട്ട് വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വെക്കുക. മക്കളെ പഠിപ്പിക്കുക. നിങ്ങളൊന്നും ഈശോയെ പുറത്താക്കരുത്. ഈശോ, നിങ്ങളൊന്നും ആരെ കണ്ട് പേടിക്കേണ്ട. ശത്രുക്കൾ തിന്മ ചെയ്യുന്നവർ വളർന്ന് നിങ്ങൾ കാണുമ്പോൾ അവൻ നോക്കി, അച്ഛാ പാപം ചെയ്യുന്നു, അവനത് ചെയ്യുന്നു, ആ കച്ചവടം ഈ കച്ചവടം അതെല്ലാം നടത്തിയിട്ട് അവനും ഒരു കുഴപ്പമില്ല, പള്ളിയിൽ പോകുന്നു. നിങ്ങൾ അനങ്ങാണ്ടിരിക്കുക. ഹല്ലേലൂയ. അടി വരുന്നതേ ഉള്ളൂ. എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണ്. അടി വരുന്നുള്ളൂ, അപകടങ്ങളും. അത് സമയമുണ്ട്. ഇപ്പം അത് നമ്മളെ അങ്ങോട്ട് വശീകരിക്കാൻ വേണ്ടി സാത്താനുണ്ടല്ലോ, നമ്മളെ ഈശോയിൽ അകറ്റാൻ വേണ്ടി ദുഷ്ടൻ വളരുന്നത് കാണിച്ചു തരും. അപ്പം നമ്മൾ നോക്കും, ദുഷ്ടൻ്റെ വഴിയിലൂടെ പോയാൽ നമ്മളും വളരുള്ളൂ. അപ്പം ശരിക്കും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാത്താൻ്റെ ഒരു ബുദ്ധിയാണ്. ഇച്ചിരി കഴിയുമ്പോൾ നോക്കിയോ, അത് അവിടെ തകർന്നത് കാണാൻ പറ്റും, തരിപ്പണമാണെന്ന് കാണാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ തയ്യാറാകണം.